സുന്ദർ വനത്തിലായിരുന്നു കുഞ്ഞിക്കുരുവിയും അവളുടെ ഭർത്താവായ മിട്ടുകുരുവിയും താമസിച്ചിരുന്നത്. അവർക്ക് 4 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അവർ നല്ല സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. അങ്ങനെയിരിക്കെ കുഞ്ഞിക്കുരുവി 5ാമതും ഒരു മുട്ടയിട്ടു. 5ാമത്തും മുട്ട ഇട്ടത് കണ്ടപ്പോൾ മിട്ടുകുരുവിക്ക് വളരെ സന്തോഷമായി. മിട്ടുകുരുവി കുഞ്ചിക്കുരുവിയോട് പറഞ്ഞു, ഇത് പെൺകുട്ടിയായിരിക്കും, അതുകൊണ്ട് നമുക്ക് 4 ആണുമക്കളെയും ആ കഴുകൻ കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇവളെ പൊന്നുപോലെ നോക്കാം. ഇത് കേട്ട് കുഞ്ചിക്കുരുവിക്ക് സങ്കടമായി. അവൾ ആണുമക്കളെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. നിങ്ങൾ അങ്ങ് ദൂരെ ഉള്ള മഞ്ഞുകാട്ടിലൂടെ പോയിക്കോ, അല്ലെങ്കിൽ നിങ്ങളെ ആ കഴുകൻ കൊടുക്കും. ഇത് കേട്ട് അവർ സങ്കട്ടോടെ അവിടെ നിന്ന് പോയി. സങ്കട്ടോടെ കുഞ്ഞിക്കുരുവി ഇത് നോക്കി നിന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവളുടെ മുട്ട വിരിഞ്ഞ് സുന്ദരിയായ ഒരു പെൺകുരുവി ഉണ്ടായി. മിട്ടുകുരുവിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ അവർ 3 പേരും വളരെ സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മിട്ടുകുരുവി ഇര തേടാൻ പുറത്തുപോയി. കുട്ടിക്കുരുവി കളിക്കാനും പോയി. അങ്ങനെ ഇരുന്നപ്പോൾ കുഞ്ചിക്കുരുവിക്ക് തന്റെ ആൺമക്കളെ ഓർമ്മ വന്നു. അങ്ങനെ അവരുടെ പഴയ ഡ്രസ്സ് എടുത്ത് സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ കുട്ടിക്കുരുവി കളി കഴിഞ്ഞു വന്നു. അമ്മ സങ്കടം കൊണ്ടിരിക്കുന്നതിന് കണ്ടപ്പോൾ കുഞ്ഞിക്കുരുവി ചോദിച്ചു, അമ്മ എന്തിനാ സങ്കടപ്പെട്ട് ഇരിക്കുന്നത്? അമ്മ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിക്കുരുവി പറഞ്ഞു, ഞാൻ മണ്ണ് കാട്ടിൽ പോയി അവരെ കൊണ്ടുവരാം. ഇതും പറഞ്ഞു കുട്ടിക്കുരുവി അവരെ അന്വേഷിച്ച് പോയി. മഞ്ഞുകാട്ടിൽ അവരെ കണ്ട് അവരോട് അമ്മ സങ്കടപ്പെട്ട് ഇരിക്കുന്നതും അച്ഛൻ ഇപ്പോൾ നിങ്ങളെ ഓർത്തു സങ്കടമുണ്ടെന്ന് ഒക്കെ പറഞ്ഞു. അവരെ സമാധാനിപ്പിച്ചിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കുഞ്ഞിക്കുരുവിയും മിട്ടുകുരുവിയും സന്തോഷത്തോടെ ജീവിച്ചു.